എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് ഇടും കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ അവസാനം കണ്ടത് അങ്ങനെ രവീന്ദ്രനും സച്ചി എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രേവതി അവർക്ക് വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിയും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പൊ അവരോട് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ശ്രുതി വന്നിട്ട് കഴിക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, പൂരിയാണോ, എനിക്കിത് ഇഷ്ടമില്ല, എനിക്കിത് വേണ്ട, അസിഡിറ്റി ആന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാണ്. പിന്നീട് ശ്രുതി കഴിക്കാനിരുന്നു. പക്ഷെ എനിക്ക് ശ്രുതിനെ കൊണ്ട് കഴിപ്പിക്കാൻ സമ്മതിച്ചില്ല. ശ്രുതി പറഞ്ഞു, വേണ്ട വേണ്ട, ഇതൊന്നും കഴിക്കണ്ട, ഇതൊക്കെ രാവിലെ കഴിച്ചിട്ടുണ്ടെങ്കിലേ ഹെൽത്തിന് അത്ര നല്ലതൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് ABC ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറയണം. പക്ഷെ രേവതിക്കോ സച്ചിക്കോ ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് അറിയില്ലായിരുന്നു. അവസാനം ശ്രുതി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശ്രുതി പറഞ്ഞതേ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും നല്ല ഹെൽത്തിന്റെ രാവിലെ അങ്ങനെ ജ്യൂസ്. ഇത് കേട്ടോ ചന്ദ്രമതി പറഞ്ഞു, ആണോ, എന്നാ എനിക്കും പൂരി വേണ്ട മോളെ, അസിഡിറ്റി അല്ലേ, എനിക്കും വന്നെങ്കിൽ ജ്യൂസ് മതി, അന്നേ വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, എന്റെ പൊന്നെ, ഇതുപോലെ ഉണ്ടോ, അല്പന അർത്ഥം കിട്ടി അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്ന പറഞ്ഞാലേ ആണല്ലോ അച്ഛാ എന്റെ അമ്മയെന്ന് പറയാണ്. എടാ, നിനക്ക് നിന്റെ അമ്മയുടെ സ്വഭാവം അറിയാവുന്ന കാര്യമല്ലേ, ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലോ, അവൾ എത്ര ദിവസം ഈ ജ്യൂസ് കുടിച്ചിരിക്കുമെന്ന് നമുക്ക് അറിയാന്ന് പറയാം. പിന്നീട് അടുക്കള ചെന്നിട്ട് ശ്രുതി ജ്യൂസ് ഉണ്ടാക്കുവാണ്. ഈ സമയം ശ്രുതി അരികെ തന്നെയുണ്ട്. പിന്നീട് ശ്രുതിയോട് ചോദിച്ചു, അല്ല പൂരി കഴിക്കാത്തതിന് വിഷമമുണ്ട്. എനിക്ക് എന്ത് വിഷമം, എന്റെ മോളും എനിക്ക് വേണ്ടി നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കി തരില്ലേ, പിന്നെ എനിക്ക് എന്താ കുഴപ്പം, അല്ല മോൾ ഇതൊക്കെ എവിടെന്നാ പഠിച്ചേ. അത് പിന്നെ നമ്മൾ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം, നമ്മുടെ ഹെൽത്തിന് അനാരോഗ്യമായിട്ടുള്ള ഫുഡൊന്നും നമ്മൾ കഴിക്കരുത് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശ്രുതിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു ശ്രുതിനെ കുറിച്ച് ഓർത്തിട്ട്. തനിക്ക് കിട്ടിയത് നല്ലൊരു ഭാര്യനെ തന്നെയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഭയങ്കര സന്തോഷിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന കലാവതി മുത്തശ്ശി പോവാണ്. അങ്ങനെ കലാവതി മുത്തശ്ശി പോകുന്ന സമയത്ത് രേവതിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശി പറഞ്ഞു, മോൾ എന്തിനാ സങ്കടപ്പെടുന്നേ, അടുത്ത ദിവസം ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരത്തില്ലേ, അതോർത്ത് മോള് സങ്കടപ്പെടണ്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേന് രേവതിക്ക് ആ പടം ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുകയാണ്. പിന്നീട് ചന്ദ്രമതിയും ശ്രുതി എല്ലാം കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാ. അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് ഭാമയായിട്ട് കാണുന്നുണ്ട്. ഭാമയായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി പറഞ്ഞു, എന്താണ് നീ എനിക്ക് കൊണ്ട് തന്നെ ബന്ധം നല്ല സൂപ്പറായി, അതെന്താ അങ്ങനെ പറഞ്ഞേ, ശ്രുതി ഉണ്ടല്ലോ അവള് നല്ല മരുമകളാന്ന് പറയാ, കണ്ടു പഠിക്കണം, ഇന്നത്തെ കാലത്ത് നിങ്ങളത്തെ പെൺകുട്ടികളെ കിട്ടാൻ തന്നെ ഭയങ്കര പ്രയാസമാണെന്ന് പറയാം. ഇതിന്റെയൊക്കെ നന്ദി എന്നോട് വേണമെന്ന് പറയാം. പിന്നീട് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട്. ഭാമയോട് കണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ട് നമ്മുടെ പലിശക്കാരൻ അങ്ങോട്ട് വരുന്നത്. പലിശക്കാരനെ കണ്ടതും ഒരു ഞെട്ടനുണ്ടായി ചന്ദ്രമതിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ പലിശക്കാരൻ പലിശയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അല്ല അത് പിന്നെ എനിക്ക് ഇപ്പൊ തരാനായിട്ടൊരു നിവൃത്തിയില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യം ചെയ്യാം, നാളെ അങ്ങോട്ട് വരാൻ പറയാണ് എൻ്റെ ഓഫീസിലേക്ക്. അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസ്ഥയായിപ്പോയി ചന്ദ്രമതിക്ക്. അങ്ങനെ ചന്ദ്രമതി ആകെപ്പെട്ട് വീട്ടിലേക്ക് തിരികെ വരുവാണ്. ഇനിയിപ്പോ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും, ശ്രുതിയോടൊന്ന് ചോദിച്ചു നോക്കിയാലോ, അങ്ങനെയൊക്കെ കരുതിയിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ഭാമ പറഞ്ഞു, ഒരു പക്ഷേ ശ്രുതിയുടെ പൈസ കാണുമായിരിക്കും, ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ ഉണ്ടല്ലോ, അത് കാണുമായിരിക്കും എന്ന് പറയാണ്. ഈ സമയം സച്ചി ഓട്ടം പോയിരിക്കുമായിരുന്നു. ഓട്ടം പോയിട്ട് ആ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷ് അങ്ങോട്ട് വരുന്നത്. മഹേഷിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരുത്തൻ അയാളുടെ പാസ് ചെയ്ത് പോകുന്നുണ്ടോ. ഇത് കണ്ടതും മഹേഷ് അവന്റെ പുറകെ ഓടുവാണ്. സച്ചി എന്താണ് നീ ഓടുന്നത്, എന്താന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അവനാണ്, ആ പോകുന്ന കണ്ടില്ലേ, അവനാണ് അന്ന് വണ്ടിക്കകത്ത് കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ചെന്ന് പറയണം. ഇത് കേട്ട പതി കേൾക്കാത്ത പതി സച്ചി എന്ത് ചെയ്യുകയാണ്, ഒറ്റ ഓട്ടം വെച്ചോളൂ. അങ്ങനെ അവനെ ഓടിച്ചിട്ട് അങ്ങോട്ട് പിടിക്കുവാണ്. പിടിച്ചിട്ട് അവനെ തലങ്ങം വിലങ്ങം ചതയ്ക്കുവാണ്. എടാ സത്യം പറയടാ, നീ എന്തിനു വേണ്ടിയാ ഇത് ചെയ്തേന്ന് ചോദിക്കുക. ഇത് കേട്ടോ, ഇനി എന്നെ തല്ലല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തില്ലേ, അന്ന് നീ വെച്ചേന്റെ എനിക്ക് ഇപ്പോഴും കേട് തന്നിട്ടില്ല, അറിയാവോ, ഞാൻ ഇപ്പോഴും അനുഭവിച്ചോണ്ടിരിക്കുവാന്ന് പറയണം. എന്റെ പൊന്നു ചേട്ടാ, എന്നെ ഉപദ്രവിക്കരുത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതെല്ലാം ഗജാനന്ദം പറഞ്ഞിട്ടാന്ന് പറയാണ്. ഗജാനന്ദനാ? അതേട്ടാ, എന്നോട് ക്ഷമിക്കേട്ടാ, എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാന്ന് പറയാണ്. ഈ സമയം മഹേഷ് വന്നിട്ട് പറഞ്ഞു, എടാ ഇനി അവനെ തല്ലല്, അവൻ ചത്തുപോകും, നീ അകത്ത് പോയി കിടക്കേണ്ട വരും, അല്ലെങ്കിൽ ഇവനെ തല്ലിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ, അവനല്ലേ കൊടും ക്രൂരത ചെയ്ത്, അവനിട്ടല്ലേ പിടിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. സച്ചിക്ക് മനസ്സിലായി, ശരിയാണ്, അവനാണ് ഈ പണി ചെയ്ത്, അപ്പൊ അവനിട്ടാണ് കൊടുക്കേണ്ടത്. പിന്നീട് സച്ചിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ സച്ചി നേരെ എന്ത് ചെയ്യുവാണ്, ഗജാനന്ദനെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നേ. അങ്ങനെ ഈ സമയം ഗജാനന്ദൻ തന്റെ ഗുണ്ടകളോടൊപ്പം നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ആ തല്ല് കൊണ്ടത് ഗുണ്ട വന്ന് സച്ചി തന്നെ പഞ്ഞിക്കിട്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗജാനന്ദൻ അവന്റെ കവളത്ത് 2 പൊട്ടിച്ചിട്ട് വെച്ചു, എടാ നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞില്ലായിരുന്നോ സച്ചിയുടെ കണ്ണുമെട്ടത്ത് പെടാതെ മറിഞ്ഞു നടക്കണമെന്ന്, നീ പിന്നെ എന്ത് ധൈര്യത്തിലടാ ചെന്ന് കയറി കൊടുത്തേന്ന് ചോദിക്കുക. അല്ലണ്ണ, അത് പിന്നെ ഞാൻ കൂടെ എന്ന് പറയണ്ട, അവനിങ്ങോട്ട് അങ്ങനെ അന്വേഷിച്ച് വന്നാണ്ടല്ലോ എന്ന് പറഞ്ഞ തീരുവല്ല. സച്ചി വന്നത് ഒരുമിച്ചായിരുന്നു. സച്ചി മഹേഷൊക്കെ കൂടെ വന്നു. ഗജാനന്ദൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല.
പിന്നെ സച്ചിയുടെ ഒരു സംഹാര താണ്ഡവമായിരുന്നു അവിടെ അരങ്ങേറിയത്. സച്ചി അവനെ തലങ്ങം വിലങ്ങം അടിക്കുകയാണ്. അവസാനം തല്ലുകൊണ്ട് ഒരു പരുവായി പോയി ഗജാനന്ദൻ. ഗജാനന്ദൻ പറഞ്ഞു, എടാ ആ വണ്ടിക്കകത്ത് കഞ്ചാവ് ഞാനാ വെച്ചെന്ന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സച്ചി ആകപ്പാടെ പെട്ടുപോയി. തെളിവുണ്ടോ നീ കൊണ്ട കേസ് കൊടുക്കടാന്ന് പറയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ കാറ് അതിനകത്ത് കഞ്ചാവ് വെച്ച ഇവനാന്ന് തെളിവൊന്നുമില്ല. അപ്പൊ തെളിവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. അവസാനം സച്ചിക്ക് മനസ്സിലായി ഇവനെ തല്ലിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ സച്ചി എന്ത് ചെയ്യുവാണ്, എന്തേലും വഴി ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരിച്ചു നടക്കണം. അപ്പം മഹേഷ് കൂട്ടിക്കൊണ്ട് പോയി സച്ചിനെ. മഹേഷിന് മനസ്സിലായി ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സച്ചി മിക്കാറും ഗജാനന്ദനെ കൂടെ തല്ലിക്കൊല്ലുമെന്ന്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയതില്ലാതെ ശ്രുതിയുടെ മുറിയിലേക്ക് ചന്ദ്രമതി ഭാമേനെ കൂട്ടി ചെല്ലുവാണ്. പിന്നീട് പണത്തിന്റെ കാര്യമൊക്കെ പറയാണ്. പലിശ അടയ്ക്കേണ്ട കാര്യമാണ്, അത് എത്രയും പെട്ടെന്ന് അടയ്ക്കണം. ഞാനിന്ന് അയാളെ കണ്ടായിരുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. അല്ലമ്മേ അതിപ്പോ എൻ്റെ എവിടെന്നാ കല്യാണാവസ്ഥത്തിന് വേണ്ടി ഞാൻ പൈസയൊക്കെ എടുത്ത് ചെലവാക്കിയെന്ന് പറയാണ്. ഇനിയിപ്പോ എൻ്റെ അധികം പൈസ ഒന്നുമില്ലെന്ന് പറയാം. ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ, ഒരു കാര്യം ചെയ്യും, എൻ്റെ കയ്യിൽ കിടക്കുന്ന വള ഊരി തരാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ ഊരി തരാന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യുക, ആ വള ഊരാന്നൊക്കെ പറഞ്ഞിട്ട് വള ഊരില്ല. മനഃപൂർവ്വം അത് അവളെ അകത്തേക്ക് തന്നെ വള ഇങ്ങനെ അടിച്ചകത്തേക്ക് തന്നെ കയറ്റി വിടുക ചെയ്തേ. ഇതെല്ലാം കണ്ട് ഭാമയ്ക്ക് കാര്യം മനസ്സിലായി. ഇവളൊരു കേമി തന്നെയാണ്. കാരണം ഇവള് വന്ന സമയം കൊണ്ട് തന്നെ ചന്ദ്രമതിനെ അടക്കിയിരിക്കുന്നു. അത് മാത്രമല്ല ഇവൾക്ക് ഇവളുടെ സ്വർണ്ണം ഒന്നും നഷ്ടപ്പെടുത്താനേ പറ്റത്തില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ചന്ദ്രമതിനെ മിക്കവാറും ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും രവീന്ദ്രന്. അതിനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാം ചന്ദ്രമതി പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പിന്നീട് ഭാമയോട് ചോദിച്ചു, എനിക്ക് എവിടെന്തെങ്കിലും കുറച്ച് പൈസ വേണം, എങ്ങനെയാലും സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നോക്കട്ടെ, ഞാൻ എന്തേലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയാം. പിന്നീട് കാണിക്കുന്ന ഭാമേനെ കൂട്ടിക്കൊണ്ട് നേരെ ചന്ദ്രമതി ചെല്ലുന്ന പലിശക്കാരൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ ചെന്നപ്പോൾ ചന്ദ്രമതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പണം മൊത്തമില്ല, പലിശ കൊടുക്കണ്ടേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അയാൾ തന്നെ വല്ല ചീത്തയും പറയോ അതൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു ടെൻഷനോട് കൂടി അങ്ങോട്ട് കയറി ചെല്ലുന്നേ. അങ്ങനെ ചെന്ന് ചന്ദ്രമതിനെ ഭാമേനെ കണ്ടപ്പോൾ അയാൾ ഇരിക്കാൻ പറയാണ്. അല്ല ഞാൻ പലിശയായിട്ട് വന്നതാണ് ആണോ? ഇത് നിനക്ക് നേരത്തെ ചെയ്താൽ മതിയായിരുന്നല്ലോ. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലിശ ഒരിക്കലും ഒരു മുടക്കം ഉണ്ടാവില്ല. അങ്ങനെ മുടങ്ങിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ വീട് സ്ഥലവും പോകുമെന്ന് പറയണ. അയ്യോ അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയലെന്നാ? എനിക്കിപ്പം നിങ്ങളുടെ കാര്യത്തിൽ ഇച്ചിരി വിശ്വാസക്കുറവുണ്ട്. നിങ്ങളുടെ കാര്യം ചെയ്യുക, നിങ്ങൾക്ക് മക്കളുണ്ടെന്നല്ലേ പറഞ്ഞേ, നിങ്ങളുടെ ഹസ്ബൻഡിനെ മക്കളെയും കൂടെ കൂട്ടി ഇങ്ങോട്ട് വാ, എല്ലാവരും ഒരു സൈൻ ചെയ്ത് തരണമെന്ന് പറയാം. എന്തിനാ? അല്ല ഇനിയിപ്പോൾ നാളെ നിങ്ങൾ പലിശ അടച്ചില്ലെങ്കിലേ ഈ വീട് എൻ്റെ പേർക്കാവും. അതിനവർക്ക് സമ്മതക്കൊന്നും ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട്. അയ്യോ അത് വേണ്ട. എന്താ കാര്യം? അത് എനിക്ക് വീട്ടിലറിയാതെ എനിക്ക് പണയം വെച്ചേക്കെന്ന് പറയാം. ഓഹോ അപ്പം അങ്ങനെയാ കാര്യങ്ങളല്ലേ? അപ്പം അങ്ങനെ വരട്ടെ. നാളെ മിക്കവാറും ഇത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വള്ളിയും പിടിച്ച് എൻ്റെ അടുത്തേക്ക് വരും. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നാളെ തന്നെ നിങ്ങൾ വിളിച്ചോണ്ട് വരാം. 3 ദിവസം തരും. ഒന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കയ്യിൽ പൈസയും തീർത്ത് തന്നിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഹസ്ബൻഡിനെ കൂട്ടി ഇങ്ങോട്ട് വന്നിരിക്കണമെന്ന് പറയാം. ചന്ദ്രമതി ആകെപ്പാടെ പെട്ടുപോയി. അല്ല ഇപ്പം പൈസ കൊണ്ടിട്ടില്ലേന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പൈസ കൊടുക്കുവാണ്. അല്ല ഇത് 50,000 രൂപയുള്ളല്ലോ, ഇത് പോരാ, 85,000 രൂപ വേണമെന്നല്ലേ പറഞ്ഞേ? അല്ലാതെ ഇപ്പം ഇത്രയും പൈസ എൻ്റെ ഉണ്ടായിട്ടുള്ളൂ, എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാൻ അധികം വൈകാതെ തന്നെ പൈസ തരാമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ തരണമെന്ന് പറഞ്ഞാൽ പൈസ തരണം. പെട്ടെന്നാണ് ചന്ദ്രമതിയുടെ കയ്യെ വള കിടക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തിന് എനിക്കിപ്പം നിങ്ങളുടെ കൈ കിടക്കുന്ന ആ വളയും കൂടി ഊരുത്താം, പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയാം. ചന്ദ്രമതി പെട്ടുപോയി. വേറെ ഒരു നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ചന്ദ്രമതി കയ്യെ കിടക്കുന്ന വള ഊരി കൊടുക്കുകയാണ്. അങ്ങനെ വള കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ വെച്ചു, അതെ മറക്കാതെ ഇനി അടുത്ത മാസം ഒരു പലിശ അല്ലെങ്കിൽ മുതലേം പലിശയും ചേർത്ത് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവണമെന്ന് പറയണം. ശരിയെന്നും പറഞ്ഞ് ചന്ദ്രമതി ഇറങ്ങുവാണ്. അങ്ങനെ പുറത്തേക്കൊന്നും ഭാമയോട് പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാണ്. എന്ത് ചെയ്യാനാ, വരുന്നിടത്ത് വെച്ച് അനുഭവിക്കും. നീയല്ലേ പറഞ്ഞ വലിയ ഗംഭീരമായിട്ട് കല്യാണം നടത്തണമെന്നുള്ളത്, ഇപ്പൊ സമാധാനമായില്ലേന്ന് ചോദിക്കുക. പെട്ട അവസ്ഥയായിപ്പോയി ചന്ദ്രമതിക്ക്. അങ്ങനെ തകർന്ന മനസ്സോടെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം രേവതി അവിടെ ഉണ്ടായിരുന്നു. നേരെ ചന്ദ്രമതി അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോൾ രേവതി അടുക്കള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അല്ല നീ എന്താ അവിടെ എടുക്കണേന്ന് ചോദിക്കും. അന്ന് ഞാനൊരു പണി ചെയ്യുക. അല്ല നീ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേ? അല്ല അമ്മ വന്നിട്ട് അരി എടുത്ത് തരാന്ന് ഓർത്തിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് പോയി അരിക്കടവും കൊടുക്കുവാണ്. അതെ ഇന്നും പറഞ്ഞങ്ങ് നീക്കി വെച്ചിട്ട് കൊടുത്തിട്ട്, അതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക, ശ്രുതിമോൾ ഇവിടെ ബസ്സിനിരിക്കുക, പറഞ്ഞു കേട്ടല്ലോ, എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കലിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. എല്ലാവരോടും ഉള്ള ദേഷ്യം രേവതിയോട് തീർക്കുവാണ് ചന്ദ്രമതി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ് രേവതിയുടെ നേർക്ക് ചന്ദ്രമതി കാണിക്കുന്നത്. ചന്ദ്രമതി ആകെപ്പാടെ പെട്ടുപോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അധികം വൈകാതെ തന്നെ ഈ വീടിന്റെ പുറത്താവുന്ന കാര്യം ചന്ദ്രമതിക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.